വചനം തിരുവചനം മാനവരക്ഷാവചനം. വചനം തിരുവചനം ജീവനേകും വചനം. കാതുകളെ ശ്രവിച്ചിടുക പാവന സുവിശേഷം. ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കാം. ഹല്ലേലൂയ ഗീതം പാടി വാഴ്ത്തിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കാം. ഹല്ലേലൂയ ഗീതം പാടി വാഴ്ത്തിടാം. അവസാനം വരെ സഹിച്ച് നിൽക്കുന്നവൻ രക്ഷപ്പെടുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മയാണ്. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ ശക്തി നമുക്ക് നൽകും. യേശുവിൽ സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാരെ, യുവതിവാക്കളെ, കുട്ടികളെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ നമ്മൾക്കിതൊക്കെയും പ്രാർത്ഥനയ്ക്കും മതി, ഇനി മുന്നോട്ട് പോകുന്നുണ്ട്, ഇത്രയ്ക്കും മതിയില്ലെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലേലൂയ. പ്രാർത്ഥിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബത്തിൽ വരാണെങ്കിൽ അത് പ്രാർത്ഥിച്ച് മാത്രമേ മാറുകയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ വിശുദ്ധ കുർബാനയും കൂദാശകളും സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തലപൊക്കി പൊങ്ങി വരികയാണെങ്കിൽ അതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഒറ്റ കാര്യം പ്രാർത്ഥന തന്നെ അതിന് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പ്രാർത്ഥനയല്ലാതെ മറ്റൊരു കാര്യം കൊണ്ടും അത് പൂർത്തിയാക്കാനോ നിവൃത്തിതമാക്കാനുമില്ല. നമ്മളൊരു കിണറിൽ ഒരു ബക്കറ്റ് വെള്ളം കോരാൻ വേണ്ടി കിണറിലേക്ക് ബക്കറ്റങ്ങ് ഇട്ടു. നല്ല വെള്ളമാണ്, നമ്മൾ വെള്ളം ശുദ്ധമാണെന്ന് കണ്ടിട്ടാണ് കിണറിൻ്റെ ബക്കറ്റ് ഇട്ടത്. ബക്കറ്റ് ഇട്ട് കോരി വന്നപ്പോൾ ബക്കറ്റിൽ അത് കുറേ ചെളി കാണുകയാണ്. ആ ചെളിയും അതിലുണ്ടെങ്കിൽ ആ വെള്ളം ശുദ്ധമല്ല, അശുദ്ധമായി തീർന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ശുദ്ധമായിരുന്നു, നല്ല വെള്ളമാണ്, തെളിഞ്ഞ വെള്ളമാണ്. പക്ഷേ ഞാൻ ബക്കറ്റ് കിണറിലേക്ക് ഇട്ടത് നല്ല ശക്തിയോട് കൂടിയ, ഫോഴ്സോട് കൂടിയ. അതുകൊണ്ട് എന്തുണ്ടാന്ന് ചോദിച്ചാൽ ഈ ബക്കറ്റ് പോയിട്ട് എന്ത് ചെയ്തു, അടിയിൽ കിടക്കുന്ന ചെളിയെ തട്ടി. അടിയിൽ ഊറിക്കിടക്കുന്ന ചെളിയെ തട്ടിയപ്പോൾ എന്തുണ്ടായി, ചെളി അങ്ങ് പൊങ്ങി. ആ ചെളി അങ്ങ് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, നല്ലതിനെ അത് മോശമാക്കി മാറ്റി, നല്ലതിനെ അത് അശുദ്ധമാക്കി മാറ്റി. ഹല്ലേലൂയ. അശുദ്ധമായത് വെള്ളം മോശമായത് കൊണ്ടല്ല, ആ വെള്ളം ക്ലീനല്ലാത്തത് കൊണ്ടല്ല, ആ വെള്ളത്തിൻ്റെ അടിയിൽ ഊറിക്കിടക്കുന്ന അല്ലെങ്കിൽ കൂടിക്കിടക്കുന്ന ചെളിയുണ്ടായിരുന്നു, ചേറുണ്ടായിരുന്നു. ആ ചേറാണ് ആദ്യമേ എടുത്ത് കളയേണ്ടത്. ഹല്ലേലൂയ. ഞാൻ വെള്ളം കോരാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുടുംബത്തിലെയോ നമ്മുടെ ഉപയോഗിക്കുന്ന ആ കിണറിൻ്റെ ചേറും ചെളിയും കോരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം ശക്തമായിട്ട് ആ ബക്കറ്റ് ആ വെള്ളത്തിലേക്ക് ഇട്ടാലും അതൊരിക്കലും ഒരു ചെളിവെള്ളം എനിക്ക് നൽകില്ല, ചെളിവെള്ളം നൽകില്ല. ഹല്ലേലൂയ. ഇന്നലെ ഈ ദിവസങ്ങളെല്ലാം പാലക്കാട് ടൗണിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇപ്പം നമുക്കറിയാം, ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ സമയം എല്ലാ വീട്ടിലും 4 വീലറുണ്ട്, എല്ലാ വീട്ടിലും. ഹല്ലേലൂയ ഉണ്ടല്ലോ. കാരണം അതുകൊണ്ടാണ് ബിസിനസ് ലോസായിപ്പോയതിൻ്റെ കാരണം അത് ലോക്ക്ഡൗൺ ഒറ്റ കാരണം. ഈ ലോക്ക്ഡൗൺ പല കുടുംബങ്ങളെയും പല ബിസിനസ്സുകളെയും നശിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനിയും ലോക്ക്ഡൗൺ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ വരാൻ സാധ്യതയുണ്ട്, മാറുന്നില്ല. കോവിഡ് വീണ്ടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക, ന്യൂമോണിയ, ഡെങ്കിപ്പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഈ കുടുംബത്തിൽ കാറൊക്കെ വന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ 4-5 ആളുണ്ടെങ്കിൽ ബസ്സിൽ പോകുന്നതിന് പകരം 2 വീലർ പോകുന്നതിന് എളുപ്പം എന്താണെന്ന് വെച്ചാൽ കാറിൽ ഒന്നിച്ച് കയറി പർച്ചേസിന് പോവുക, തിരിച്ചു വരാം. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം വീട്ടിൽ നിന്ന് ഒന്നിച്ച് ബിസിനസ് ഈ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാവരും കാറിനെടുത്ത് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ റോഡിൻ്റെ വീതി കൂടിയിട്ടില്ല, റോഡിൻ്റെ വീതി പഴയത് തന്നെയാണ്. ബസ്സുണ്ട്, അവിടെ പല ടാക്സിക്കാരുണ്ട്, ലോറികളുണ്ട്. പക്ഷെ നമ്മുടെ വണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ
ആ വണ്ടി ഉൾക്കൊള്ളാനുള്ള റോഡിൻ്റെ സജ്ജീകരണം കേരളത്തിലില്ല. തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടാൽ മനസ്സിലാവും. തമിഴ്നാട്ടിൽ അവരെപ്പോഴും റോഡ് വലുതാണ്. റോഡിൻ്റെ ചുറ്റും 2 സൈഡിൽ എന്തുണ്ടെന്ന് വെച്ചാൽ റോഡിനേക്കാളും കൂടുതൽ സ്ഥലം പോക്കറ്റ് റോഡുകൾ കിടപ്പുണ്ടാവും. അല്ലേലിയ. അവർ റോഡ് അത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ 45-60 മീറ്റർ വേണമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ സമരം ചെയ്തപ്പോൾ നമ്മുടെ ഭരണകർത്താക്കൾ അന്നിരിക്കുന്നവരെന്ത് ചെയ്തു? അത് കുറച്ച് തന്നു. കുറച്ച് തന്നിട്ട് കാര്യമില്ല. കാരണം എന്താ? വാഹനം കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അല്ലേലിയ. നമ്മൾ ഓരോ ഷോറൂമിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ഷോറൂമിൽ കിടക്കുന്ന വാഹനങ്ങൾ കംപ്ലീറ്റ് റോട്ടിലേക്ക് ഇറങ്ങിയാൽ, ഈ വാഹനങ്ങൾ ഈ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതും മനുഷ്യ ജീവിതത്തെ, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചു. നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത വിധത്തിൽ ബ്ലോക്കുകളായിട്ട് മാറി. അല്ലേ? ഇതേപോലെ തന്നെയാണ് ജീവിതത്തിൽ വന്ന ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയാണ് ഈശോ പിറന്നത്. ജീവിതത്തിൽ വന്ന, നിങ്ങളുടെ കുടുംബത്തിൽ വന്ന, തലമുറയിൽ വന്ന, തലമുറകളിൽ, ദേശങ്ങളിൽ വന്ന, സമൂഹത്തിൽ വന്ന, സഭയിൽ വന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടിയാണ് ഈശോ പിറന്നത്. നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് ക്രിസ്മസിന് സമ്മാനം കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന സമ്മാനം എന്താണെന്ന് വെച്ചാൽ വല്ല ഗിഫ്റ്റ്, വല്ല ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കും. അല്ലേ? ഏതെങ്കിലും ഷർട്ടോ മുണ്ടോ ഫാൻസോ അല്ലെങ്കിൽ സാരിയോ വാച്ചോ സ്വർണ്ണമായിരിക്കും. സ്വർഗം നൽകിയ സമ്മാനം എന്താണെന്ന് വെച്ചാൽ അത് ഈശോയാണ്. അവന് സമാധാനമാണ്, അവന് സന്തോഷമാണ്, അവൻ ആനന്ദമാണ്, അവൻ സ്നേഹമാണ്. അല്ലേലിയ. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഒരു ഉണ്ണിയെ കൊടുക്കാറുണ്ടോ? ഇല്ല. അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് കൊടുക്കുന്നത്. സ്വർഗം നമുക്ക് കയ്യിലേക്ക് തന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഉണ്ണിയാണ്. ലോകം പ്രതീക്ഷ വർഷങ്ങൾക്ക് മുമ്പ് ഉൽപ്പത്തി പുസ്തകം തൊട്ട് ദൈവം പറഞ്ഞ തൻ്റെ സ്വന്തം ഛായയിലും രൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ, മനുഷ്യൻ രക്ഷിക്കുമെന്ന് പറഞ്ഞ ഈശോ താൻ മനുഷ്യർ അനുസരിക്കാതെ വന്നപ്പോൾ ചെയ്തത്, സമ്മാനമായിട്ട് നൽകിയത്, സ്വർഗം ഉടമ്പടിയായിട്ട് നിത്യ ഉടമ്പടിയായിട്ട് നൽകിയത് തൻ്റെ സ്വപുത്രനെ ഈ ലോകത്തിന് കൊടുത്തു. അവൻ എന്ത് ചെയ്തു? അവനൊരു മനുഷ്യ സംസർഗം കൂടാതെ ജനിച്ചത് ആണോ? സംസർഗം കൂടാതെയല്ലേ ജനിച്ചത്? മനുഷ്യന്മാരുടെ ഇച്ഛയോ ശക്തിയോ അവൻ സ്വീകരിച്ചില്ല. മറിച്ച് അവൻ സമാനമായിട്ട് മാറിയത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അവൻ, ഈ പരിശുദ്ധ അമ്മ നിറഞ്ഞപ്പോൾ അതൊരു പുരുഷനെ, ഒരു പയ്യനെ ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റി. അവൻ സമാധാനമാണ്, അവൻ സന്തോഷമാണ്, ആനന്ദമാണ്. നിങ്ങൾ എത്രമാത്രം ഗിഫ്റ്റ് നിങ്ങളുടെ വീട്ടിൽ കൊടുത്താലും, എത്രമാത്രം സമ്മാനങ്ങൾ കൊണ്ട് കൊടുത്താലും, എത്രമാത്രം ഈ ക്രിസ്മസ് ദിനത്തിൽ പള്ളിയിൽ പോയില്ലെങ്കിലും, കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചില്ലെങ്കിലും, വീട്ടിലെ ഭക്ഷണമേശയിൽ ഭക്ഷണങ്ങൾ ധാരാളം വിളമ്പിയാലും, വിവിധ വിഭവങ്ങൾ വിളമ്പിയാലും, ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ലെങ്കിൽ, നിങ്ങൾ ഭക്ഷിച്ചതും നിങ്ങൾ പങ്കുവെച്ചതും എല്ലാം വ്യർത്ഥമാണ്. അല്ലേലിയ. കഴിഞ്ഞ ഞാൻ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു, ശനിയാഴ്ച ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണാണ്, പത്തനംതിട്ട ഭാഗത്ത് കണ്ടാണ്ട് വലിയ നീണ്ട ക്യൂ ആണ് ഇറച്ചി മേടിക്കാനും മീൻ മേടിക്കാനും ഇങ്ങനെ നിൽക്കുന്നത്. അല്ലേലിയ. ക്രിസ്മസ് വരുമ്പോഴേക്കും ആളുകൾ അവസാനം പോകുന്ന ഏതിനാണെന്ന് വെച്ചാൽ കുമ്പസാരിക്കാനാണ്. അവസാന നിമിഷം ഒരൊറ്റ ഓട്ട, കുർബാനയ്ക്ക് ഒറ്റ ഓട്ട. പക്ഷേ നമ്മുടെ തീൻ മേശകൾ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. കുടുംബത്തിൽ സമാധാന സന്തോഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അല്ലേലിയ. കുടുംബത്തിൽ സമാധാന സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ തീൻ മേശകളിൽ ഭക്ഷണ വിഭവങ്ങളുടെ എണ്ണങ്ങളും അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കൂടിക്കൊണ്ടിരിക്കുക. ഇത്രമാത്രം നല്ല ഭക്ഷണങ്ങളുണ്ട്. എത്ര വഴുക്കുള്ള വീടായാലും ഭക്ഷണത്തിൽ ഒരു കുറവുമില്ല. അല്ലേലിയ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, കർത്താവ് രണ്ടിനെയും നശിപ്പിക്കും, ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കും. ഭക്ഷണത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ കേൾക്കുന്നതാണ്, കുടുംബങ്ങളെക്കുറിച്ചാണ് കേൾക്കുന്നത്. അല്ലേ? കുടുംബങ്ങളെക്കുറിച്ചാണ്. ആരുടെ കുടുംബങ്ങളെക്കുറിച്ചാണ്? വരപ്രസാദമുള്ളവരെയും വരപ്രസാദമില്ലാത്തവരെയും, കൃപയുള്ളവരുടെയും കൃപയില്ലാത്തവരുടെയും. അല്ലേലിയ. ചൈതന്യമുള്ളവരുടെയും ചൈതന്യമില്ലാത്തവരുടെയും. അല്ലേലിയ. പരിശുദ്ധ അമ്മയുടെയും ഔസേപ്പിതാവിൻ്റെ കുടുംബത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവരുടെ കുടുംബത്തിൽ ദാരിദ്ര്യമായിരുന്നു. അവർ ഒരു നേരത്തെ ഭക്ഷണമില്ലെങ്കിലും ഭക്ഷണമേശയിൽ പോയിരുന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഭക്ഷിക്കാൻ ഞങ്ങൾക്ക് നൽകണമേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് ഒരിക്കലും ദേവാലയമോ അവരുടെ സിനഗോഗോ പ്രാർത്ഥനയോ അവർ ഒഴിവാക്കില്ലായിരുന്നു. അവർ ഓടിയെത്തുമായിരുന്നു. കൽപ്പനകൾ കുറ്റമറ്റ വിധം പാലിക്കുമായിരുന്നു. കർക്കശമായിട്ട് ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുമായിരുന്നു. ഭക്ഷമേശയിൽ വിഭവങ്ങളില്ലെങ്കിലും ഭക്ഷമേധത്തിൽ പോയിരിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവരുടെ വയറ് കർത്താവ് നിറച്ചു കൊടുത്തു. നമുക്ക് ആത്മീയ കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിലും പള്ളിയിൽ പോയില്ലെങ്കിലും കുമ്പസാരിച്ചില്ലെങ്കിലും കൂദാശ സ്വീകരിച്ചില്ലെങ്കിലും മനുഷ്യന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം. കാലഘട്ടം മാറിപ്പോയി, ചിന്തകൾ മാറിപ്പോയി, രൂപങ്ങൾ മാറിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ക്രിസ്മസ് ദിനത്തിൽ ആരെങ്കിലും ഒന്ന് ഉപവാസം എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇല്ലെങ്കിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ ഫുള്ളായിട്ടൊന്ന് കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചാൽ കർത്താവിൻ്റെ അടുത്ത് ആരും ഇല്ലാത്തൊരു ദിവസം എന്താണെന്ന് വെച്ചാൽ അത് ക്രിസ്മസും ഈസ്റ്ററുമാണ്. ക്രിസ്മസും ഈസ്റ്ററാണ്. കർത്താവിൻ്റെ അടുത്തല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പള്ളികൾ അടയ്ക്കപ്പെടുകയാണ്. എല്ലാവരും തത്രപ്പാടിൽ സ്വന്തം വീട്ടിലേക്കോ സ്വന്തം ഭവനത്തിലേക്കോ അല്ലെങ്കിൽ കൂട്ടുകെട്ടിലേക്കോ അല്ലെങ്കിൽ ആഘോഷങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവ് ജനിച്ചത് പള്ളിയിലാണ്. പള്ളിയൊക്കെ അടച്ച്, അതുകൊണ്ടാണ് ഇൻസിഡൻസ് ജസ്റ്റിസ് പുസ്തകത്തിൽ പറയുന്നത്, നീ ഒന്ന് പള്ളി തുറന്നിട്ട് കൊടുക്കുക, അവരെ ആരാധിക്കട്ടെ. ഈ ദിവസങ്ങളിൽ തുറന്നിട്ട് കൊടുത്താലും ആരാധിക്കാൻ ആളുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ചേട്ടൻ ചോദിക്കുക, അച്ഛാ എനിക്ക് രാത്രിയും ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആ ചേട്ടൻ ഇവിടെ ഞായറാഴ്ച വൈകിട്ടും വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഞാനിവിടെ ചാപ്പലിൽ വന്ന് പ്രാർത്ഥിക്കാൻ വന്നത്. ആ മനുഷ്യൻ ഞാൻ വന്ന് കയറി ഉടനെ കയറി. അല്ലാതെ ഒരു മനുഷ്യനെയും ഞാൻ കണ്ടില്ല. വേറെ ഒരാൾ 10, 20, 30 വർഷത്തിനുള്ളിൽ പോലും എനിക്ക് സമ്മാനം കൊടുക്കാത്ത ഒരു കുടുംബം ഇവിടെ വന്നൊരു സമ്മാനം തന്നു. വലിയൊരു സമ്മാനം. പണമൊന്നല്ല, അല്ലെങ്കിൽ ഒരിക്കലും അവരെ കണ്ടിട്ടില്ല. അവർ വിളിച്ച് എന്നോട് അപ്പോയിൻമെൻറ്റ് മേടിച്ചു. ഈ ചേട്ടൻ വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, സ്നേഹമുള്ളവർ, നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തി ആരാണെന്ന് വെച്ചാൽ ആഘോഷങ്ങളുടെ ഇടയിൽ നഷ്ടപ്പെടുന്നത് ക്രിസ്തുവാണ്. ആഘോഷങ്ങളുടെ ഇടയിൽ നഷ്ടപ്പെടുന്നത് ആരാണെന്ന്? ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ക്രിസ്തുവാണ്. ആഘോഷങ്ങളുടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ബെത്രപ്പാട് ഓട്ടമാണ്. ഈ ബ്ലോക്കുകളും ഈ ഇതെല്ലാം എന്തിനാണെന്ന് വെച്ചാൽ പള്ളി പോകുന്നവരുടെ തിരക്കാണോ? ആണോ? അല്ല. ആഘോഷങ്ങളുടെ പെരുമ കൂട്ടാൻ വേണ്ടിയുള്ള വാഹനങ്ങളെടുത്തുള്ള ഓട്ടമാണ്. ഒരു പക്ഷേ സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കാനായിരിക്കും. ഹല്ലേലൂയ, ഇല്ല എന്ന് പറയുന്നില്ല. ആ സമ്മാനങ്ങളെല്ലാം നമുക്ക് ഭൗമികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള സമ്മാനങ്ങൾ ഒരിക്കലും കൂടെ. ഒരു പയ്യന് ഒരു ബൈബിൾ മേടിച്ചു കൊടുത്തേ, അവൻ ചോദിക്കും ഇത് എന്തിനാന്ന് ചോദിക്കും, അല്ലേ? നിങ്ങളൊരു പയ്യന് കുരിശ് മേടിച്ചു കൊടുക്കും, ഇതെന്തിനാണെന്ന് ചോദിക്കും. ഹല്ലേലൂയ. നിങ്ങളൊരു പയ്യന് ജപമാല കൊടുത്തു നോക്ക്, അതെന്തിനാണെന്ന് ചോദിക്കും. ഹല്ലേലൂയ. അവനൊരു എക്ലയർ മേടിച്ചു കൊടുക്കുക, നല്ലതാണെന്ന് പറയും. അവനൊരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കുക, അവൻ നല്ലതാണെന്ന് പറയില്ലേ? വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വിവരം അവന് ഹല്ലേലൂയ. കർത്താവ് ഈ ലോകത്തിലേക്ക് വാഹനം ഇറക്കിയപ്പോൾ ആ വാഹനത്തിൻ്റെ ഹാൻഡ് ബുക്കാണ് വിശുദ്ധ ഗ്രന്ഥം. മനുഷ്യ ജീവിതത്തെ എങ്ങനെ നയിക്കണം, മനുഷ്യ ജീവിതത്തെ എങ്ങനെ പരിപാലിക്കണം, കൊണ്ടുപോകണമെന്ന് ദൈവം മനുഷ്യന് രൂപം നൽകി അന്ന് തൊട്ട് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം. അത് എന്ന് തീർന്നു എന്ന് വെച്ചാൽ അത് തീർന്നത് യോഹന്നാൻ ശ്ലീഹ വെളിപാട് എഴുതിയതോടുകൂടി തീർന്നു. അതുകൊണ്ട് അതിൽ പറയുന്ന ഒരു കുടുംബമുണ്ട്. കുടുംബമെന്ന് സ്വർഗീയ കുടുംബം. കുഞ്ഞാടിനാൽ കൊല്ലപ്പെട്ടവരുടെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പത്മോൻ ദ്വീപിലിരുന്ന് ഇറങ്ങി. അത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരുടെ കുടുംബമാണ്. പരിശുദ്ധാത്മാവിന് അഭിഷേകം ചെയ്യപ്പെട്ടവരുടെ കുടുംബമാണ്. പരിശുദ്ധാത്മാവ് വരപ്രസാദത്തിൽ നിറഞ്ഞവരുടെ കുടുംബമാണ്. ഹല്ലേലൂയ. അത് ഒരു പക്ഷേ ഈ ആഘോഷത്തിൻ്റെ പിന്നാലെ പോകുന്നവരുടെ കുടുംബത്തിൽ ഒരു അംഗം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ തീന്മേശയിൽ വിഭവങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നവരുടെ ഒരു കുടുംബത്തിൽ ഒരു അംഗങ്ങളും അവിടെ ഉണ്ടാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കും. കാരണം വസ്ത്രം ഇട്ട് അല്ലെങ്കിൽ വാച്ചും കെട്ടി അല്ലെങ്കിൽ ഇഷ്ടംപോലെ നല്ല നല്ല സാധനങ്ങളിട്ട് നമ്മൾ മൂടി പിടിപ്പിക്കുന്ന ശരീരത്തെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ജീവനെക്കുറിച്ചാണ് ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. ഉള്ളിൻ്റെ ഉള്ള് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അത് ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് സ്തെഫാനോസ് സ്വർഗം തുറക്കപ്പെടുമ്പോൾ അവനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോവുകയാണ്.
അവനെ കല്ലെറിഞ്ഞു കൊള്ളുമ്പോൾ അവൻ പറയുന്നത് സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് ഇരിക്കുന്നു, പിതാവ് ദൈവം ഇരിക്കുന്നു, പുത്രനായിരിക്കുന്നു, പരിശുദ്ധാത്മാവ് ഇരിക്കുന്നു. ഹല്ലേലൂയ. അവൻ പറഞ്ഞു എങ്ങനെ കൃപാവരത്താൽ നിറഞ്ഞ അവൻ പറഞ്ഞു സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം. യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ് സ്തെഫാനോസിനെ അവർ കൊല്ലുന്നത്. അവൻ കൊല്ലുമ്പോഴും അവൻ ധൈര്യത്തോടു കൂടിയാണ് അവൻ പറയുന്നത്. അവരെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കൃപാവരവും ശക്തിയും അവനിൽ നിറഞ്ഞിരുന്നു. കൃപാവരവും ശക്തിയും നിറഞ്ഞിരുന്നു. ഹല്ലേലൂയ. കൃപാവരവും ശക്തിയും നിറഞ്ഞതുകൊണ്ട് അവനെ തോൽപ്പിക്കാൻ വന്ന ന്യായാധിപന്മാർ, ഭരണകർത്താക്കളുടെ മുമ്പിൽ അവൻ പതറുന്നില്ല, അവൻ പേടിക്കുന്നില്ല, അവൻ ശക്തമായിട്ട് അതിനെ നേരിടാനുള്ള കാരണം ആത്മാവും ശക്തിയും അവനിലുണ്ടായിരുന്നു, വരപ്രസാദം അവനിലുണ്ടായിരുന്നു, കൃപ അവനിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ പറയാണ് ദൈവ സ്വർഗം തുറക്കപ്പെട്ടിരുന്നു. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ട ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചത്, ഞാനും നിങ്ങളും ജനിച്ച ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ അടുത്ത് തിരിച്ചെത്തണം. ഹല്ലേലൂയ. 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 തിരിച്ചെത്തണം. ഹല്ലേലൂയ. നമ്മൾ ചന്ദ്രനിലേക്കും അല്ലെങ്കിൽ സൂര്യനിലേക്കും സാധനങ്ങൾ അയക്കുന്നത് എന്തിനു വേണ്ടിയാ? അവിടെ എന്ത് നടക്കുന്നുണ്ട് അറിയാൻ വേണ്ടി അല്ലേ? സ്വർഗത്തിലേക്ക് ആരെങ്കിലും എന്ത് അയച്ചിട്ടുണ്ടോ? ശാസ്ത്രജ്ഞന്മാർ വിചാരിക്കണം അടുത്ത റോക്കറ്റ് സ്വർഗത്തിലേക്ക് വിടാമെന്ന് വിചാരിച്ച പോവില്ല. ഹല്ലേലൂയ. 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 ചന്ദ്രനിലേക്ക് വിടുന്നുണ്ട്. അത് ചില പാതയിൽ നിന്ന് പോകുമ്പോൾ അവർ നഷ്ടത്തെ സ്നേഹമുള്ളവരെ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ ശരീരമാകുന്ന റോക്കറ്റ് പോകുന്നത് എങ്ങടാണ്? സ്വർഗത്തിലേക്കാണ്. ഈ ശരീരമാകുന്ന നമ്മുടെ ശരീരം ഈ ജീവിച്ച് പോകുന്നത് റോക്കറ്റ് അല്ലെങ്കിൽ അത് ഇങ്ങനെ ഓടുന്നത് പോലെയാണ്. നമ്മുടെ ഓട്ടം എത്തിച്ചേരപ്പെടേണ്ട സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അത് സ്വർഗമാണ്, സ്വർഗത്തിലേക്കുള്ള ഓട്ടമാണ്. അതുകൊണ്ടാണ് സ്തെഫാനോസ് പറഞ്ഞത് ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ലേഖനത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടത് വായിക്കുമ്പോൾ നമ്മളെ പിടിച്ചിരുത്തുന്നത് സ്തെഫാനോസിൻ്റെ അവൻ പറയാം സ്വർഗം തുറക്കപ്പെട്ടിരുന്നു. ഇവനെ ആരാ കൊല്ലാൻ വേണ്ടി അവർ ചുറ്റും കൂടിയിരിക്കുക, അതൊന്നും അവനെ അവൻ ഗവനിക്കുന്നില്ല. കാരണം എന്താ? ഈ രക്തസാക്ഷ്യത്തെക്കാളും വലുതാണ് അവൻ്റെ സ്വർഗം. നമ്മൾ ഒരു പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ സ്വർഗമാണോ വലുത്? സ്വർഗമായിരിക്കണം വലുത്, പാപം ചെയ്യരുത്. അതുകൊണ്ട് സ്തെഫാനോസ് പറയണം ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പഠിപ്പിച്ച കാര്യങ്ങളാണ് അവൻ പറയുന്നത്. വലതുഭാഗത്ത് ഇതാ യേശു ഇരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ സുവിശേഷത്തിൽ അത്രമാത്രം നമുക്ക് പ്രകടമായിട്ട് കാണാമല്ല. ഇതെന്താ? ഒരു സാക്ഷ്യമാണ് അല്ലേ? സുവിശേഷത്തിൽ നമുക്ക് സൗഖ്യങ്ങളൊക്കെയും കൊടുക്കുന്നുണ്ട്. യേശു സ്വർഗം പെടുന്ന് കാണുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ പറയാണ് ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു, വലതുഭാഗത്ത് യേശു ഇരിക്കുന്നു. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശുദ്ധ സ്തെഫാനോസിലൂടെ ഈശോ വെളിപ്പെടുത്തുക. വലതുഭാഗത്തിരിക്കുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ഈ മനുഷ്യർക്ക് എന്താ? സ്വർഗവും വേണ്ട, വലതുഭാഗത്തിരിക്കുന്ന ഈശോയും വേണ്ട, പിതാവും വേണ്ട, പുത്രനും വേണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. ആക്രമിക്കാൻ വരുന്നവരങ്ങനെയാണ്. ഒരു ചേച്ചിയോടെ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ പല കുടുംബത്തോടും പറയാറുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14 തൊട്ട് 27 വരെ 40 പ്രാവശ്യം 7 ദിവസം ചൊല്ലാൻ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ഇവിടെ വന്ന് പോയി, അവർ ലഘുഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുള്ള. ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് ചേച്ചിയോട് ആത്മാവ് പറയുന്നു എന്താണെന്ന് വെച്ചാൽ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14 തൊട്ട് 29 വരെ ഒരു 7 ദിവസം അടുപ്പിച്ച് 40 പ്രാവശ്യം ചൊല്ലാൻ പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേറെ ഒരു കുടുംബത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കാരണം ഒന്ന് ചൊല്ലി കിടപ്പായി, വീണ്ടും ചൊല്ലി കിടപ്പായി, വീണ്ടും ചൊല്ലി പൂർത്തിയായി. വേറെ ഒരു പാലയിൽ നിന്ന് വരുന്ന ആ കുടുംബത്തോട് ചെയ്യാൻ പറഞ്ഞു 5 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയാ ഞാൻ ആസ്പത്രി കേസായി. അങ്ങനെയാണെങ്കിൽ അത് ചൊല്ലിയാണ്. ഒരു വചനം വായിക്കുമ്പോൾ ആസ്പത്രി കേസോ, ഒരു വചനം വായിക്കുമ്പോൾ തടസ്സം വരുന്നുണ്ടെങ്കിൽ അത് തീർക്കേണ്ടതും മാറേണ്ടതും ചൊല്ലിയാണ്. ഈ ചേച്ചി പറഞ്ഞ പ്രകാരമാണ്. ഈ ചേച്ചി ഏതായാലും ഹോസ്പിറ്റലിൽ പോയില്ല, ഈ ചേച്ചിയിൽ എങ്ങനെയാലും അസുഖം വന്നില്ല. ഈ ചേച്ചി ഇങ്ങനെ ഇത് ചൊല്ലി 7 ദിവസം കഴിഞ്ഞ്
പാതിര കുർബാനയ്ക്ക് പോയിട്ടങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ ചേച്ചി കാണുന്നത് വീടിൻ്റെ ചുറ്റും പട്ടികൾ നിരന്നിരിക്കുന്നു. പട്ടികളുടെ ഒരു മാർക്കറ്റ് വീടിൻ്റെ ചുറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മോൻ പറഞ്ഞു, എൻ്റെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കാമോ, ഈ വക പ്രാർത്ഥന ചെയ്യാതിരിക്കാമോ? ഹല്ലേലൂയ. അപ്പം എന്താ ഒരു ഒരു അപകടമോ ബുദ്ധിമുട്ടൊക്കെ വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സ്ഥലത്ത് പറഞ്ഞു, അവിടെ ഒരു റിലീജിയസ് അവർക്ക് എപ്പോഴും അച്ചാർ ഇട്ട് കൊണ്ടുവന്നു ഒരു സാറ്. അപ്പം ഞാൻ പറഞ്ഞു, അച്ചാർ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ആളുകൾ കൊണ്ടുവരുന്ന എല്ലാ ഭക്ഷണങ്ങളും വിശ്വാസമില്ലാത്തവരാണെങ്കിൽ സ്വീകരിക്കരുത്. ഫ്രിഡ്ജിൽ പാമ്പ് കയറിയിട്ട് അത് ചത്ത അവിടെ ഇരുന്നു. ഫ്രിഡ്ജിൽ പാമ്പ് കയറില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ഈ പ്രാർത്ഥന ഇല്ല മതി. പ്രാർത്ഥിപ്പം ഉണ്ടായിരുന്ന അവരുടെ രൂപത്തിൻ്റെ മുമ്പിലുള്ള ചില്ല് വട്ടം പൊട്ടിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, ആ അച്ചാറ് എടുത്ത് കാട്ടിക്കളയാൻ പറഞ്ഞു. ഹല്ലേലൂയ. അത് കണ്ട എന്താ, അത് ഏതോ അക്രൈസ്തവരുടെ ആചാരം ചെയ്ത ഒരു അത് അവരുടെ ആരാധന പ്രകാരമാണ്. നമ്മൾ അക്രൈസ്തവരുണ്ടാക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന നടത്തി ഉണ്ടാക്കും. അച്ഛനാണെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുന്നെങ്കിൽ അത് കുരിശ് വരച്ച കഴിക്കുള്ളൂ, അല്ലെങ്കിൽ വെഞ്ചരിച്ചാണ് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് അവർ പറഞ്ഞതാണ്, ഒരു 7 പട്ടി ആരും കൊല്ലാതെ അവിടെ ചത്തു വീണ വെച്ചത്. അതിന് ശേഷം ഉണ്ടായത്, ആ സമൂഹത്തിലെ 13 ആൾ മാറി മാറി ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അതിന് മുമ്പ്, ഇവിടെ വരുന്നതിന് മുമ്പ്, ഈ സംഭവം ചെയ്യുന്നതിന് മുമ്പ് മാറി മാറി ഒരാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കിയാൽ അടുത്ത ആൾ പോകും, അടുത്ത ആൾ കൊണ്ടുവന്നാൽ അടുത്ത ആൾ പോകും. ഹല്ലേലൂയ. അപ്പോൾ അതിലും ഭേദം ഹോസ്പിറ്റലിൽ താമസാക്കുന്നതല്ലേ നല്ലത്, അല്ലേ? അല്ലെങ്കിൽ ഈ സ്ഥാപനം എന്താക്കണം, ഹോസ്പിറ്റലാക്കി മാറ്റിക്കഴിഞ്ഞാൽ. ഹല്ലേലൂയ. ചില മദ്യം കഴിക്കുന്ന ചേട്ടന്മാരെന്താ ചെയ്യുന്നത്, ഷാപ്പ് തുടങ്ങുന്നതിന് കാരണം എന്താ, ഷാപ്പിൽ പോയി സമയം കളയാതിരിക്കാൻ ഷാപ്പ് തുടങ്ങി കഴിഞ്ഞാൽ കഴിക്കുകയും ചെയ്യാം, കൊടുക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ ഒരിക്കലും നിത്യരക്ഷ സ്വന്തമില്ല. ഹല്ലേലൂയ. ചേച്ചി ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക, അച്ഛാ മകൻ പറയുന്നു പ്രാർത്ഥന നിർത്താൻ പറഞ്ഞു, പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, ഈ വട്ടി വരുന്നത്, ഈ അപകടം വരുന്നത്. ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. ആ മെസ്സേജ് അയക്കുന്ന നേരം മതിയില്ലേ പ്രാർത്ഥിക്കാൻ? ഞാൻ നോക്കിയപ്പോൾ ആദ്യത്തെ 1-2 മെസ്സേജ് വായിച്ച് എനിക്ക് ഈ സമയം 10-15 മിനിറ്റ് പോകുന്നു. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ മെസ്സേജ് വായിക്കാതെ. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം, എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ഒറ്റ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ വഴി തിരിക്കരുത്. ഇവിടെ ആക്രോശിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണ്, സ്വർഗം തുറക്കപ്പെട്ടു. അവനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി ചുറ്റും അവനെ കൂടിയിട്ട് അവൻ ഒരിക്കലും തിരിഞ്ഞ് നോക്കുന്നില്ല. ഇതാണ് മനുഷ്യർക്ക് പറ്റുന്ന എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥന ഒന്ന് ശക്തിപ്പെടുത്തുമ്പോൾ, എന്തെങ്കിലും ഒരു അൽക്കുലത്തോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും എന്ത് ചെയ്യും, സർവ്വ പ്രാർത്ഥനയും നിർത്തി ബൈബിളും അടച്ചു കെട്ടി ബൈബിളും ദിവസമായിട്ട് ഒരു അൽമാരി കയറ്റി വെച്ചിട്ട് വെറുതെ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുടുംബം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ കുറേ നാളങ്ങോട്ട് കഴിയുമ്പോൾ പ്രാർത്ഥന എടുത്തു. ആത്മീയ മേഖലയിൽ തടസ്സങ്ങൾ ഏർപ്പെടുന്നെങ്കിൽ, ആത്മീയ മേഖലയിൽ ബ്ലോക്ക് ഏർപ്പെടുന്നുണ്ടെങ്കിൽ, ആ ബ്ലോക്ക് നീക്കാൻ വേണ്ടിയാണ് ഈശോ വന്നത്. ആ ബ്ലോക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം, സ്നേഹം, ആനന്ദം നഷ്ടപ്പെട്ട കുടുംബങ്ങളിൽ സമ്മാനമായിട്ടാണ് സ്വർഗം നൽകുന്നത് ഈശോ മിശിഹായെ. ആ ഈശോ മിശിഹായെ സ്വീകരിക്കുന്ന ഒരു കുടുംബത്തിലും ആ പ്രാർത്ഥിച്ച് ഈശോ വരണമെങ്കിൽ എന്താണ്, ആ കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കും. നിലയ്ക്കാത്ത വട്ട് പ്രാർത്ഥന ഒഴുകണം. ഒഴുകുന്ന വെള്ളം പോലെ. അല്ലെങ്കിൽ ഡാമിൽ നിന്നും നമുക്കറിയാം, ഒരു കനാല് നമ്മുടെ അവിടെ ഉണ്ടെങ്കിൽ ആ കനാലിൻ്റെ സ്പീഡിൽ വെള്ളം ഒഴുകുന്ന സ്പീഡ് കുറവായിരിക്കും. പക്ഷെ ഡാമിൽ നിന്നും ഒഴുകുന്ന വെള്ളത്തിൻ്റെ സ്പീഡ്, ഡാമിൽ നിന്നും വരുന്ന കനാലിൽ ചാടിക്കോ രക്ഷ കിട്ടില്ല. നമ്മുടെ പുഴയിൽ നിന്ന് വെള്ളമടിച്ച് കയറുന്ന കനാലിലൂടെ പോകുന്ന വെള്ളത്തിൽ ചാടിക്കോ നിങ്ങൾ ചാവില്ല. പക്ഷെ ഡാമിൽ നിന്ന് നേരിട്ട് ആ ഷട്ടർ തുറന്നു വരുന്ന ആ വെള്ളത്തിന് ഭയങ്കര ഫോഴ്സായിരിക്കും. അല്ലേ? അതിനെ പിടിച്ചെടുത്താൻ പറ്റില്ല. അതിൽ വീണ് എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ റിലേറ്റീവ് 2 കുട്ടികൾ ഒരു താമസത്തിന് പോയത്, ഒരു ആ കനാലിലേക്ക് ഒന്നെടുത്ത് ചാടി 2 ആളും മരിച്ചുപോയി. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന, ബ്ലോക്കായി കിടക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റുവാൻ വേണ്ടിയാണ് 430 വർഷത്തിന് ശേഷം ദൈവം ലോകത്തിന് നൽകിയ വലിയൊരു സമ്മാനമാണ് ഈശോ മിശിഹ.
ഹല്ലേലൂയ. ഈശോ മിശിഹ അവൻ ആ പിറന്ന മാതാപിതാക്കന്മാർ ഒരിക്കലും മകനെ പ്രശ്നങ്ങൾ കൊണ്ട് ധ്യാനത്തിന് പോയിട്ടില്ല. കാരണം എന്താ? മാതാപിതാക്കന്മാരെ അനുസരിക്കാം. മകന് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, പക്ഷെ അവരെല്ലാം ഹൃദയത്തിൽ നമ്മൾ ധ്യാനത്തിന് പോകുന്ന പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയാ? വീട്ടിൽ പിള്ളേർ അല്ലേ? ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ധ്യാനകേന്ദ്രങ്ങളിലെല്ലാം ആളുകൾ പോയത് എന്തിനാണെന്ന് വെച്ചാൽ ജോലിക്ക് വേണ്ടി, വാഹനം മേടിക്കാൻ വേണ്ടി, ഭവനം പണിയാൻ വേണ്ടിയാണ്. പിന്നീടുള്ള കാലഘട്ടങ്ങൾ എന്ത് പോയിന്ന് വെച്ചാൽ ഭർത്താക്കന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടി, ഭാര്യയുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് പോയത്. ആ കാലഘട്ടവും കഴിഞ്ഞു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മക്കളുടെ കാലഘട്ടമാണ്. അവർ പറഞ്ഞ കേൾക്കുന്നില്ല, പള്ളി പോകുന്നില്ല, പഠിക്കാൻ പോകുന്നില്ല, കുംസാരിക്കുന്നില്ല, കുർബാന ചെയ്യുന്നില്ല, കുളിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ കളി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണ്. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നൊരു ഹോസ്പിറ്റലിൽ അവിടേക്കും പിള്ളേർ കൊണ്ടുവന്നിട്ട് അഡ്മിറ്റായ പിള്ളേർ മൊബൈൽ തട്ടുന്ന ആ രോഗം മാറണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, മൊബൈലിൽ നിന്ന്. ഒരു അച്ഛൻ പറഞ്ഞ സംഭവമാണ്. അത് സംഭവം കറക്റ്റാണ്. നിങ്ങൾ ഒരു ദിവസം 45 1 മണിക്കൂറോ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗം ഉണ്ടാവില്ല. നിങ്ങൾ ഒരു ദിവസം 45 1 മണിക്കൂറോ മൊബൈൽ നോക്കുകയാണെങ്കിൽ രോഗം ഉണ്ടാവും. ഹല്ലേലൂയ. പറയുന്ന കാര്യം മനസ്സിലാവുണ്ടോ? ഞാൻ 1 മണിക്കൂറും 1.25 മണിക്കൂറും 1.5 മണിക്കൂറും ഒരു ദിവസം നടക്കുമായിരുന്നു വർഷങ്ങളായിട്ട്. 2011 12 കാലഘട്ടം നടക്കുമായിരുന്നു. എനിക്ക് ഒരു മരുന്നും ഞാൻ ഇന്ന് കഴിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ കാരണവന്മാർ അധികം ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടായില്ല. കാരണം അവർക്ക് അവർ മണ്ണിൽ പണിയെടുക്കുമായിരുന്നു. ഹല്ലേലൂയ. അവർ മണ്ണ് ചവിട്ടുമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് മണ്ണ് കുഴച്ചാണ് സൗഖ്യം നൽകിയത്. കർത്താവ് മണ്ണ് കുഴച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യൻ എന്ത് ചെയ്തു? മണ്ണിൽ തൊടാതിരിക്കാൻ വേണ്ടി ഇഷ്ടികൾ ഉണ്ടാക്കി, പാറക്കല്ല് വെട്ടിയെടുത്ത് അല്ലെങ്കിൽ വാർക്കഷ്ടി കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും നിരത്തി നമ്മൾ മണ്ണിൽ ചവിട്ടില്ല. മണ്ണിൽ ചവിട്ടിയാൽ അതൊരു സൗഖ്യത്തിന് കാരണവും. അല്ലെങ്കിൽ മണ്ണിൽ ചവിട്ടണം കാര്യം. മനുഷ്യൻ്റെ ചിന്തകൾ മാറണം, മനുഷ്യൻ്റെ രൂപങ്ങൾ മാറണം, മനുഷ്യൻ്റെ ഭാവനകൾ മാറണം. ഒന്ന് ചെടി ചവിട്ടിയാൽ വർഷകാലത്തല്ലേ ചെടി ചവിട്ടുള്ളൂ, അല്ലേ? വേനൽക്കാലത്ത് ചവിട്ടില്ലല്ലോ. അല്ലെങ്കിൽ സൗഖ്യം കിട്ടാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് മണ്ണ്. അതുകൊണ്ട് മണ്ണ് കൊണ്ട് കർത്താവ് കുഴച്ച് മനുഷ്യനെ സൃഷ്ടിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മണ്ണ് എടുത്ത് അവൻ്റെ കണ്ണിൽ പറ്റി സൗഖ്യം കൊടുത്തു. ഇന്ന് മനുഷ്യൻ മണ്ണ് തൊടില്ല, അവന് തൊടാൻ ഇഷ്ടമില്ല. 1.25 മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ നടക്കുകയാണെങ്കിൽ ജപമാല കയ്യിലെടുക്കുക. 2 കാര്യമുണ്ട്. ഒന്ന് എക്സസൈസാണ്, മറ്റൊന്ന് സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ളൊരു ഓട്ട. ഒലോക്കോട് ഇടവകയിലുള്ളവരൊക്കെ അറിയാം. ഞാൻ അവിടെ നിന്നാണ് ഈ ഓട്ടം പഠിച്ചത്. പള്ളിക്ക് ചുറ്റും 1.25 മണിക്കൂർ ഞാൻ ഓടുമായിരുന്നു. ജെറീക്കോ പ്രയർ എന്ന് പറഞ്ഞ പ്രയറുണ്ട്. നമുക്ക് നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു 7 ദിവസം 7 പ്രാവശ്യം വെച്ച് ആ വീടിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ചുറ്റും ജെറീക്കോ കോട്ട കെട്ടിയാൽ ഒരു രോഗം വരില്ല. ഇവിടെ ഒരു ചേട്ടൻ ഇവിടെ വന്നു, ഭീമനാട് എന്ന് പറഞ്ഞ് ഇവിടെ എടത്തനാട്ടുകര ഭാഗത്തുനിന്ന് വരുന്ന ഒരു സ്ഥലത്തുനിന്ന്. ആ ചേട്ടന് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. എന്തൊരു ബ്ലോക്ക്? അവരിവിടെ വന്നപ്പോൾ ആ ചേട്ടന് ബ്ലോക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ ചേട്ടൻ എന്തോ ടെസ്റ്റിന് വേണ്ടി പോവുകയാണ്. സിസ്റ്ററിൻ്റെ അടുത്ത് ഷെയറിങ്ങിന് പോയി. സിസ്റ്റർ പറഞ്ഞു, ചേട്ടന് ഒരു ബ്ലോക്ക് ഉണ്ടാവില്ല, കർത്താവ് ചേട്ടനെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അതേപോലെ തന്നെ പറഞ്ഞു. ആ ചേട്ടൻ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ മനുഷ്യന് ബ്ലോക്കില്ല. ബ്ലോക്കില്ല. ആ ചേട്ടൻ വന്ന് 2 തവണ ധ്യാനം കൂടി, വചനം കേട്ടു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു, നന്നായിട്ട് കുമ്പസാരിച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ചേട്ടൻ്റെ ജീവിതത്തിലുള്ള ബ്ലോക്ക് കർത്താവ് എടുത്തു മാറ്റി. 2.5 കോടി രൂപ കടമുള്ളൊരു മനുഷ്യൻ കഷ്ടപ്പാടിലൂടെ ജപ്തി നോട്ടീസുമായിട്ട് ഇവിടെ വന്നു. 2.5 കോടി എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷമാണ്? 250 ലക്ഷം രൂപ കടം. ആ വീട്ടിൽ ആ ചേട്ടൻ ഇവിടെ വന്ന് പങ്കെടുത്തു. ഞാൻ കൃത്യം പറഞ്ഞു, ചേട്ടാ ഒരു 9 തവണ ചേട്ടൻ പങ്കെടുക്കണം, 9 മാസത്തിൽ. ആ മനുഷ്യൻ ചെയ്തു. മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും പങ്കെടുക്കുമായിരുന്നു. വീട്ടിലെല്ലാവരെയും കൊണ്ടുവന്ന് ഇവിടെ ശുശ്രൂഷ പങ്കെടുത്തു.
70% കർത്താവ് കുടുംബത്തിൻ്റെ മേൽ ബ്ലോക്ക് എടുത്ത് മാറ്റി, തടസ്സങ്ങൾ എടുത്ത് മാറ്റി. പല സ്ഥലത്തും പോയിട്ടുള്ള ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്ത് ചെയ്യണം, പുലർച്ചയ്ക്ക് 3:30 എന്ന സമയമുണ്ടെങ്കിൽ എഴുന്നേൽക്കണം. കാരണം കർത്താവിനെ വിളിച്ചാൽ കർത്താവ് കേൾക്കുന്ന ഒരു സമയമാണ് 3:30. അതിനു വേണ്ടിയാണല്ലോ 3 മണിക്ക് കോഴി കൂവുന്നു. 3 മണിക്ക് കോഴി കൂവുന്ന ഇങ്ങനെ അലാറം വെച്ചിട്ടാണ് നമ്മൾ അല്ലേ കോഴി 3 മണിക്ക് കൂവുന്നതിൻ്റെ കാരണം 3 മണിക്ക് എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് 3:30 പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ചേട്ടൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടുത്തൊരു ചേട്ടൻ പറയാണ്, ആ ചേട്ടന് ഇഷ്ടം പോലെ ഈ ഹോളോ ബ്രിക്സ് മെറ്റൽ ഷോപ്പുകൾ മെറ്റൽ അടിക്കുന്ന സാധനം എല്ലാം നഷ്ടപ്പെട്ടു. ചേട്ടനോട് പറഞ്ഞു, ആ ചേട്ടാ പ്രദേശത്തെ ആൾക്കാരെ വിളിക്കുക. ആ ചേട്ടൻ അനുഭവം കിട്ടിയപ്പോൾ ആ ദേശത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരാൻ തുടങ്ങി. ആ ചേട്ടൻ പറയാ, എനിക്ക് വലിയ സന്തോഷവും ആനന്ദവും മാത്രമല്ല, കർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരുന്നു. അപ്പോൾ ബ്ലോക്കായി കിടന്ന ആ തടസ്സങ്ങൾ, ആ ബ്ലോക്കുകൾ എടുത്തു മാറ്റാൻ വേണ്ടിയാണ് ദൈവം ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് പിറന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം പറ്റുമെങ്കിൽ മിനിമം 4 ജപമാല ചൊല്ലണം. അതുകൊണ്ട് അവൻ പറയാ, ഇതാ അവനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോണ്, അവനെ ചീകി വിളിക്കുകയാണ്, തെറി പറയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും തെറി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? പുസ്തകം മടക്കി വെച്ചിട്ട് അത്രയും നേരം വായിച്ചതിനെ മാറ്റി വെച്ചിട്ട് വേറെ കാര്യം പറയും, അല്ലേ? സഹിക്കാൻ നമുക്ക് പറ്റില്ല. ഇവൻ സഹിച്ചുകൊണ്ടാണ് പറയണേ. അവൻ പറയാണ്, അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, ആരോട്? കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. നമ്മുടെ ആത്മാവിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ആത്മാവ് എങ്ങടെ പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഒരു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറയാം, അച്ഛാ എനിക്ക് ഇപ്പം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, എന്നാലും കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം ഉണ്ടാകുമോ? ഉണ്ടാകണ ഒറ്റ കാര്യമുള്ളൂ, അധ്വാനിക്കണം. ഇന്ന് കേരളത്തിൽ പച്ചക്കറിയോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ നെല്ലോ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? പണി ചെയ്യാത്തതുകൊണ്ടാണ്. മണ്ണിൽ പണിയെടുക്കാനായിട്ട് മനുഷ്യർക്ക് ആഗ്രഹമില്ല. അവരെല്ലാവരും എന്താ, തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്, കർണാടകയിൽ കൃഷി ചെയ്യുന്നുണ്ട്, മേടിച്ച് വെച്ചിട്ട് അത് കഴിക്കുക. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും റേഷൻ കടയിൽ കിറ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ആൾക്കാർ ക്യൂ നിൽക്കും. ഹല്ലേലൂയ. വീട്ടിൽ എത്രമാത്രം ദാരിദ്ര്യമാണെങ്കിലും ഇറച്ചിക്കടയിൽ പോയി ക്യൂ നിൽക്കും. വീട്ടിൽ എത്രമാത്രം ദാരിദ്ര്യമാണെങ്കിലും ബിവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിൽ. ഞാൻ അവിടെ കാണുന്നൊരു കാര്യമുണ്ട് കേട്ടോ, വണ്ടിക്ക് കാവൽ നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ? ചേച്ചിമാരാ. ചേട്ടൻ്റെ ഹെൽമെറ്റും പിടിച്ചിട്ട് ചേച്ചിയുടെ ഹെൽമെറ്റും പിടിച്ചിട്ട് വണ്ടിക്ക് ചുറ്റും നിൽക്കുന്നത്. എന്നിട്ട് അവർ മൊബൈൽ തട്ടിക്കൊണ്ടിരിക്കുക. ചേട്ടൻ മണിക്കൂറുകൾ കഴിയുമ്പോൾ വരുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മാവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ആത്മാവ് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ആത്മാവ് ഈ ലോകത്തിൽ കൊടുക്കാൻ പറ്റുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവെന്ന്. ആത്മാവ് നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരിക്കലും വഴുക്ക് വരില്ല. അതുകൊണ്ടാവും പറഞ്ഞേ, എൻ്റെ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവൻ്റെ ആത്മാവിനെ കർത്താവ് എടുക്കില്ലേ? കാരണം എന്താ, അത്ര ആൾക്കാർ ചട പുകഞ്ഞ് അവനെ കൊല്ലാൻ വരുമ്പോൾ അവൻ പറയാം, അതേ സ്വർഗം തുറക്കപ്പെട്ടിരുന്നു, ദേ യേശു ദേ വലതു ഭാഗത്തിരിക്കുന്നു, ദേ പിതാവായി ദൈവം ഇരിക്കുന്നു, ദേ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നു. ത്രിത്വത്തെക്കുറിച്ച് അവൻ വെളിപ്പെടുത്തി കൊടുക്കുക. അവൻ പറയും, എൻ്റെ ആത്മാവിനടെ. തുടർന്ന് വരുമ്പോൾ പറയാണ്, കർത്താവേ, അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു. ആളുകൾ തെറിയും പറഞ്ഞു വരുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ചേട്ടന്മാര് മുട്ടുകുത്തി അല്ലെന്ന് മുണ്ട് പാടിക്കുത്തും. മുണ്ട് പാടിക്കൊടുത്തിട്ട് കൈയൊന്ന് നീട്ടിയിട്ട് കരാട്ടി എടുക്കും. ഇവന്റെ പേരിൽ അവൻ ചീറിപ്പാഞ്ഞു വരുമ്പോൾ അതാണ് ആത്മാവ് കൊടുക്കുന്ന ഒരു ബലം. പരിശുദ്ധാത്മാവിന് ബലമാണ്. അവൻ അതിനൊന്നും അതിനൊന്നും നോക്കുന്നില്ല. എനിക്ക് സ്വർഗം മതി, ഈ സ്വർഗം മതി, എനിക്ക് പരിശുദ്ധാത്മാവ് മതി. അതുകൊണ്ട് അവൻ പറഞ്ഞത്, അവർ ചീറി വരുമ്പോൾ അവൻ മുട്ടുകുത്തിയിട്ട് അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാവം ആരുടെ പാവം? എൻ്റെ പാവമല്ല. ഈ മനുഷ്യരെ എന്നെ കൊല്ലാൻ പോകുമ്പോൾ കൊല്ലാൻ വേണ്ടി കല്ലുകളായിട്ട് വന്ന് നിരന്ന് നിൽക്കുമ്പോൾ അവൻ പറയാ, കർത്താവ്, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്, അല്ലെ? അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. അവനെ അവർ കൊന്നു.
ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പറയും, കർത്താവേ ഈ പാവമെല്ലാം ഇവരോട് ക്ഷമിക്കരുത്, ഇവരുടെ മേലെ തലയിൽ തീ വെക്ക, ഇടിത്തീ വരണം. ഹല്ലേലൂയ. ഇടിവാള് വെട്ടാണെങ്കിൽ കർത്താവ് ഇവന്റെ ഇടിവാള്, ഏതെങ്കിലും വിധത്തിൽ വീട് ഇടിച്ചു വീഴാണെങ്കിൽ കർത്താവ് ഇവനെ അതിൻ്റെ ഉള്ളിൽ പെടുത്തണം. ഇതാ നമ്മുടെ പ്രാർത്ഥന, അവൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിറഞ്ഞവൻ്റെ പ്രാർത്ഥന. അതുകൊണ്ടാണ് കുത്തിക്കൊല്ലാൻ പോകുമ്പോൾ മരിയ കുരത്ത. അതുകൊണ്ട് എന്തുണ്ടായി, മാർപ്പാപ്പ അവളുടെ അമ്മയ്ക്ക് സഞ്ചരിക്കാനുള്ള വാഹനം മാർപ്പാപ്പ വിട്ടുകൊടുത്തു. കാരണം പാപം ചെയ്യുന്നതിനേക്കാളും വലുത് മരണമാണ്. ഹല്ലേലൂയ. ഒരു ചെറിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിക്കാമായിരുന്നു. അലക്സാണ്ടർ പാപം ചെയ്യാൻ വേണ്ടി ഒന്ന് സഹരിക്കാൻ പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു, നോ, പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കണം. എന്താ, പാപം ചെയ്ത ആത്മാവ് സ്വർഗത്തിൽ പോവില്ല. ഹല്ലേലൂയ. പാപം ചെയ്ത റാണി മേരി എന്ത് ചെയ്ത്, അവൾ ആ തേങ്ങയെക്കൊത്ത് സ്വീകരിച്ചില്ല. ഒരു ചേട്ടൻ ഇവിടെ വന്നു, ചേട്ടനോട് നമ്മൾ സർവ്വ കാര്യങ്ങളും ചോദിച്ചു. ചേട്ടാ വീട്ടിൽ കല്ലിമൂല നോക്കിയ, ഇപ്പം കന്നിമൂല നോക്കാനുള്ള, ക്രിസ്ത്യാനിയും പോയിട്ട് കന്നിമൂല നോക്കുക. ക്രിസ്ത്യാനിയും പോയിട്ട് വീട് കല്ല് വയ്ക്കാൻ നേരത്ത് പഞ്ചലോകം മേടിച്ചുകൊണ്ടുവരിക. ചില സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പഞ്ചലോകം വെച്ചുകൊണ്ടാണ്. കർത്താവ്, ഞാൻ ഓർക്കാറുണ്ട്, കർത്താവ് ഇപ്പം മരിക്കുകയാണെങ്കിൽ പഞ്ചലോകത്തിലായിരിക്കും കൊല്ലുന്നത്. പഞ്ചലോകത്തിൻ്റെ മരം വേണമല്ലോ, അല്ലേ? എന്താ ഹല്ലേലൂയ. ഒരു ചേട്ടൻ ഇവിടെ വന്നു, ഞാൻ ചോദിച്ചാൽ എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ചോദിക്കുക, ചേട്ടാ എന്തെങ്കിലും ആചാരങ്ങൾ ചെയ്തോട്ടെ വീട് പണിത്? വലിയ അച്ഛൻ ഒന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ചോദിച്ചു, വീട് അതേ നമ്മുടെ വീട്ടിലൊരു തെങ്ങുമ്പുണ്ടാകും, തേങ്ങയില്ലേ, അത് പുതച്ചിട്ട് അത് ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു. അതൊന്ന് പൊട്ടിച്ചോളാം, വേറെ ഒന്നും ചെയ്തില്ല. അതൊന്ന് പൊട്ടിച്ച് നോക്കി, പൊട്ടിച്ചപ്പോൾ പറഞ്ഞ കൃത്യം നടുവാ പൊട്ടിയത്. അതുകൊണ്ട് നിങ്ങളുടെ പണി വേഗം തീരും. പണി 5 കൊല്ലം എടുത്തു. പണി 5 കൊല്ലം എടുത്തു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ പറഞ്ഞ പ്രേരണ, എന്നോട് പലരും ചോദിക്കുന്നത്, ഇത്രമാത്രം സഭ വളർന്നിട്ടും ഇത്രമാത്രം വചനം പഠിച്ചിട്ടും ഇപ്പോഴും അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നുണ്ടോ? പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? ക്രിസ്തു ഇന്നും പിറന്നിട്ടില്ല. ആരുടെ ഹൃദയത്തിൽ? നമ്മുടെ ഹൃദയത്തിൽ. ഇതിലൊരു ഉയർന്ന 1-2 സിസ്റ്റർമാർ ചോദിച്ചാൽ, അച്ഛാ ഇപ്പോഴും മനുഷ്യന്മാർ 1-ാം പ്രമാണം ഇല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ 1-ാം പ്രമാണം വരുന്ന രൂപവും ഭാവവും മാറി, രീതികൾ മാറി. ഒരു കുടുംബം ഇവിടെ വന്നതാണ്, മകളെ കല്യാണം കഴിച്ചു, 5-6 വർഷം കഴിഞ്ഞു, കൊച്ച് 1-2 ഉണ്ട്, അവനെ ഉപേക്ഷിച്ചു. അപ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ മാറുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഒരു പണിക്കരുടെ അടുത്ത് പോയി, ക്രിസ്ത്യാനിയാണ്. അപ്പോൾ നമ്മൾ ഗീവറിശുനാളിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയി, അമ്മച്ചി പാമ്പിനെ തൊട്ട് മുത്തിയാലും വല്ലതും പറയാനുണ്ടോ? കാരണം കുറേ നേരം ഗീവറിശുനാളിനോട് പ്രാർത്ഥിച്ചു, നടക്കാതെ വന്നപ്പോൾ പിന്നെ എഴുന്നേറ്റ് നിൽക്കുക. ആത്മാവിനെ എടുക്കരുത്. കർത്താവ്, എൻ്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. മരിയ കുരത്ത് പറഞ്ഞ, പാപം ചെയ്യുന്നതിനേക്കാളും ഭേദം മരിക്കുകയാണ്. കാരണം എന്താ? ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് വിശുദ്ധിക്ക് വേണ്ടിയാണ്, വിശുദ്ധനാകാൻ വേണ്ടിയാണ്. ഡൊമിനിക് സാവിയെ പറഞ്ഞു, ഞാൻ മോത്ത് നോക്കി നടക്കാത്തതിന്, മണ്ണിലേക്ക് നോക്കി നടക്കുന്നതിന് കാരണം മോത്ത് നോക്കിയാൽ ഞാൻ പാപം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അവനെന്ത് ചെയ്തു? അവൻ 13 വയസ്സായിരിക്കുമ്പോൾ അവൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നു. മരിയ കുരത്തെ പോലെ വേറൊരു സ്ത്രീ, എനിക്ക് തോന്നുന്നു പോളണ്ടിൽ നിന്ന് കണ്ടുണ്ട്, ഈ അടുത്ത കാലത്ത് മാർപ്പാപ്പ അവളെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു. വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഇരുത്തി. അവളോട് പാപം ചെയ്യാൻ ഒരു പയ്യൻ ചോദിച്ചപ്പോൾ അവളെ മാരകമായിട്ട് എന്ന് പറഞ്ഞാൽ ബലമായിട്ട് പിടിച്ച് പാപം ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, എന്നെ കൊന്നോ, ഞാൻ പാപം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ ആത്മാവിനെ ഞാൻ നശിപ്പിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന സുവിശേഷമെല്ലാം വരപ്രസാദം നഷ്ടപ്പെട്ടവരും വരപ്രസാദമുള്ളവരുടെ കുടുംബത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്. ഹെറോദസിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ എന്തുവരും? കലി വരും അല്ലേ? ഹെറോദസിനെ കുറിച്ചും അന്തിപ്പാസിനെ കുറിച്ചും ഹെർക്കോലിസിനെ കുറിച്ചും കേൾക്കുമ്പോൾ, ഇന്ന് നമ്മൾ പാപത്തിന് വേണ്ടി എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങളുടെ വരും തലമുറ നിങ്ങളെ അന്തിപ്പാസും ഹെറോദസും ഫിലിപ്പിയൊക്കെ ആയിട്ട് പ്രഖ്യാപിക്കും. കാരണം എന്താ? അവർക്ക് മേൽഗതിയോ പുരോഗതിയോ ഉണ്ടാവില്ല. കണ്ണുകളടയ്ക്കുക.
എൻ്റെ ഭവനം പരിത്യക്തമാക്കരുതേ കർത്താവേ, എൻ്റെ ഭവനം ശൂന്യമാക്കരുത് കർത്താവേ, എന്നിൽ നിന്നും എൻ്റെ ആത്മാവിനെ എടുക്കരുതേ. രക്തസാക്ഷിത്വം ചിന്തയേണ്ടി വന്നാലും പാപം ചെയ്യാൻ എന്നെ അനുവദിക്കരുത് കർത്താവേ. ഒരു ചെറിയൊരു പാപം ചെയ്യാൻ പോലും ഓ പരിശുദ്ധാത്മാവേ എന്നെ അനുവദിക്കരുത്. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തുക. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു, സ്വർഗം തുറക്കപ്പെട്ടു. പിതാവായ ദൈവം യേശു ക്രിസ്തു വലത്ത് ഭാഗത്ത് ഉപോഷനായിരിക്കുന്നു, പരിശുദ്ധാത്മാവിതായി നിൽക്കുന്നു, പിതാവായി ദൈവത കാണുന്നു. അവൻ പറഞ്ഞു, ഭൂവാസികൾ, സ്വർഗവാസികളെ കുറിച്ചാണ് ഭൂവാസികളോട് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗം കാണാനുള്ള കൃപ സ്തെഫാനസിനെ പോലെ കർത്താവ് നമുക്ക് തരും. കണ്ണുകളടച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുള്ള തടസ്സങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലുള്ള രോഗങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഓ പരിശുദ്ധാത്മാവേ, ഭൗതിക കാര്യങ്ങളെക്കാളും കൂടുതൽ ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാനുള്ള കൃപ നൽകണമേ. ഭക്ഷപദാർത്ഥങ്ങളോടുള്ള ആസക്തി, വസ്തുവകളോടുള്ള ആസക്തി എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. വസ്തുപദാർത്ഥങ്ങളോടും ഭക്ഷപദാർത്ഥങ്ങളോടുമുള്ള ആസക്തി എൻ്റെ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ. പണത്തോടുള്ള ആസക്തി, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോടുള്ള ആസക്തി, ഉദ്യോഗത്തോടുള്ള, ദൈവത്തെക്കാൾ ഉപരി ഉദ്യോഗത്തിനോ അല്ലെങ്കിൽ ജോലിക്കോ മറ്റ് വസ്തുക്കൾക്കോ മറ്റ് ഭൗതിക വസ്തുക്കൾക്കോ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓ കർത്താവേ, എൻ്റെ ആത്മാവ് എനിക്ക് നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവർ എന്നെ ആക്രമിക്കാൻ വരുമ്പോഴും, മറ്റുള്ളവർ എന്നെ പരദൂഷണം പറയുമ്പോൾ, എന്നെ കൊല്ലാൻ വരുമ്പോഴും, കർത്താവേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ കൃപ എനിക്ക് നൽകണമേ, വലിയ അഭിഷേകം എനിക്ക് നൽകണമേ. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകളടച്ച് സ്തുതിക്കട്ടെ. കണ്ണുകളടച്ച് മനസ്സുയർത്തി സ്തുതിക്കട്ടെ. കണ്ണുകളടച്ച് മനസ്സുയർത്തി. ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് ആവസിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. ഹല്ലേലൂയ.